Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. Good morning and good evening. How are you everybody? I trust you're all keeping well. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. Today God is going to do great miracles in your life. അതോർത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. And remembering that, we must give glory to God. Give thanks to the Lord for he is good. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. Give thanks to the Lord for he is good. 136 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുകയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. Psalm 136 verse 1 tells us to give thanks to the Lord. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. For he is good and his love endures forever. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അവൻ നല്ലവനായ ദൈവമാണ്. He is a good God in all areas of our lives. The power of the silent tears, നിശബ്ദ കണ്ണീരിന്റെ ദൈവിക ശക്തി. The power of the silent tears. ആരും കാണാതെ നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരുണ്ട്. There are tears that you shed which no one sees. നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ, In your prayer room, നിങ്ങളുടെ ബെഡ്റൂമിൽ, in your bedroom, നിങ്ങൾ ചില സമയങ്ങൾ ആരും കാണാതെ ബാത്റൂമിൽ ഇരുന്ന്, at sometimes even in your bathroom when no one knows. യാത്രയിലൊക്കെ ഒഴുക്കുന്ന കണ്ണുനീര്. There are tears that you shed when you travel. അതാരും കാണുന്നില്ല. No one sees those tears. എന്നാൽ കർത്താവ് But the Lord നിങ്ങളുടെ എല്ലാ കണ്ണുനീരും sees every tear. അവനൊരു കുപ്പിയിലാക്കി വയ്ക്കും. And he fills them in his bottle. ആമേൻ. ലോകത്തിൽ വെള്ളം കുറെ നാൾ സൂക്ഷിച്ചിരുന്നാൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. If we were to store water for a long time on the earth, it will get spoiled after some time. എന്നാൽ ഈ കണ്ണുനീർ ഒരിക്കലും കേടാകത്തില്ല. But these tears never get spoiled. ഈ കണ്ണുനീരെല്ലാം വാഗ്ദത്തത്തിന്റെ തുള്ളിയാണ്. These tears are all drops of promises. നിന്റെ കണ്ണുനീരൊക്കെയും അവൻ ആമേൻ തുരുത്തിയിൽ ബോട്ടിലാക്കി വെക്കും. All your tears are stored up in the bottle. അതിനൊക്കെ പ്രതിഫലം ദൈവം തരും. And God will give a reward for all those tears. Psalms chapter 56 verse 8 പറയുന്നു, Psalm 56 and verse 8 says, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണിയിരിക്കുന്നു. You have counted my tears. എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെച്ചു ഇരിക്കുന്നു. And you have listed my tears in your scroll. അത് നിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നല്ലോ. They are written in your record. നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരും, Every drop of our tears. എന്തിനെ ഓർത്ത് നിങ്ങൾ കരഞ്ഞു, Why did you cry? അതെല്ലാം കർത്താവ് തുരുത്തിയിലാക്കി വെക്കുക മാത്രമല്ല, പുസ്തകത്തിൽ അത് എഴുതി വെച്ചിരിക്കുന്നു. Not only has God stored them up in a bottle, he has recorded them in his scroll. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ചില വാഗ്ദത്തങ്ങൾ, Today the promises that are there in your life, അതെല്ലാം ദൈവം ഓർക്കുന്നു. God remembers all of them. ദൈവം നിങ്ങൾ മറന്നിട്ടും ദൈവം മറക്കാതെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. Even if you were to forget, God has not forgotten. He has recorded them in his scroll. ആമേൻ. ഒരിക്കൽ മൊർദെഖായി ചെയ്തത്, Once what Mordecai had done, ആമേൻ, ബുക്കിൽ എഴുതി വെച്ചിരുന്നു. it was written in the book. എന്നാൽ രാജാവ് അത് ഓർത്തു. And the king remembered it one day. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചത് God, what he has written on your അവൻ behalf, ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. he will remember it and do a miracle for you. വളരെ ദുഃഖത്തോടെ, With great sorrow, മനസ്സ് തകർന്നവരായിരിക്കുന്ന with broken hearts and minds. ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ If there is anyone like that listening to this word, ഭാരപ്പെടണ്ട. don't worry. യഹോവ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. The Lord will do miracles for you. മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷമുഖമുണ്ടെങ്കിലും, Even though you have a smiling face before others, ആരും കാണാതിരിക്കുമ്പോൾ behind the scenes, കരയുന്ന മുഖം. you have a face that is full of tears. ഇന്ന് പകൽ നിങ്ങളുടെ കണ്ണുനീരവൻ തുടയ്ക്കും. This morning the Lord is wiping away your tears. എന്നാൽ മനുഷ്യർ നിങ്ങളുടെ വാക്കുകളെയാണ് ശ്രദ്ധിക്കുന്നത്. Man only listens to your words. എന്നാൽ യേശു നിങ്ങളുടെ നിശബ്ദമായി കണ്ണുനീരിനെയാണ് But ശ്രദ്ധിക്കുന്നത്. Jesus pays attention to your silent tears. അവൻ അനേകർ പദങ്ങൾ പറഞ്ഞ് കരയാറുണ്ട്. You always speak many words and cry. പലരോടും പലരും വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. People keep talking words to others and cry. എന്നാൽ നിങ്ങളുടെ വാക്കിനേക്കാൾ വലുതാണ് നിങ്ങളുടെ കണ്ണുനീരിന്റെ വില. But greater value has your tears than your words. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഇന്ന് പകൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. This morning the Lord will do a great miracle for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. I pray for these people. അവരുടെ മേൽ Upon them ഒരു വലിയ വിടുതൽ, a
A great deliverance. ഒരു വലിയ ബ്രേക്ക് ത്രൂ A great breakthrough. കർത്താവേ അങ്ങ് കൽപ്പിക്കണമേ. Lord, command it in their lives. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. Let your glory descend. ആമേൻ. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കണമേ. Wipe away the tears from their eyes. അങ്ങയുടെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. Thank you for your great work. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. ജൂലൈ മാസം 24, 25, 26 ഈ തീയതികളിൽ നമ്മുടെ ഇവിടെ കോൺഫറൻസ് നടക്കും. On the dates of July 24, 25 and 26 we are conducting a conference here. നിങ്ങൾ എല്ലാവരും വരണം. You all must come ആ മീറ്റിംഗിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. and pray for these meetings. God bless you, love you. God bless you. Love you.